യുവരാജ് ഗോകുൽ ഈ പറഞ്ഞ അനിമോൻ എന്താണ് ജയകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പേരെന്ന് തോന്നുന്നു. അനിമോൻ ജയകൃഷ്ണൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അതേ ഹോട്ടലിൽ ഇരുന്ന് പറയുന്നു, ഡ്രൈഡേ മാറ്റി കിട്ടാൻ, കള്ള് വിൽക്കാൻ സമയം നീട്ടി കിട്ടാൻ, കാണേണ്ടവരെ കാണേണ്ട പോലെ കാണാൻ ഓരോരുത്തരും 2.5 ലക്ഷം രൂപ കിട്ടണം. ആ സംഘടന അധ്യക്ഷൻ പെട്ടെന്ന് വരുന്നു, തത്തമേ പൂച്ച എന്ന് പറയുമ്പോൾ പറഞ്ഞു കെട്ടിട നിർമ്മാണത്തിനാണ് പണം. മദ്യനയം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ ടൂറിസം സെക്രട്ടറി വേറൊരു അനുമോനാകുന്നു. തത്തമേ പൂച്ച ആ യോഗം മദ്യനയം ചർച്ച ചെയ്തില്ല. ശിവരാജ് ഗോകുലി തത്തമ്മകളെ ഇറക്കി ചീട്ടെടുപ്പിക്കുന്ന പണി നിർത്തി മന്ത്രിമാർക്ക് കാര്യങ്ങൾ വ്യക്തമായും ഭംഗിയായും സംശയമില്ലാതെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നത് മഹാപരാധമാണോ യുവരാജ് ഗോകുൽ? ഹാഷ്മി, ഇതിനകത്ത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ അനിൽകുമാറിൻ്റെ തുടക്കത്തിലുള്ള പ്രകടനം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സംഭവമാണ് ഓർമ്മ വന്നത്. അനിൽകുമാറിൻ്റെ തന്നെ ഒരു മാരത്തോൺ ചാനൽ ചർച്ച ബഹിഷ്കരണങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. എല്ലാ ചർച്ചകളിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. ഇറങ്ങി പോകുന്നു ഞാൻ പേടിച്ചിരുന്നു. ഒരു വിഷയത്തിൽ ഡിഫൻസിൽ അല്ലല്ല ഉണ്ട്, ഞാൻ പറയുന്നത് അതല്ല. ഒരു വിഷയത്തിൽ ഡിഫൻസിലാവുമ്പോഴേ സ്ഥിരമായിട്ട് CPM-മാർ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അനിൽകുമാർ മാത്രമല്ല, എല്ലാ CPM നേതാക്കളും അത് തന്നെയാണ്. ഒരു വിഷയത്തിൽ ഡിഫൻസിലായി കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് അതിൽ നിന്ന് ചർച്ച ബഹിഷ്കരിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് ഇറങ്ങിപ്പോകും. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിനകത്ത് അവർക്ക് മറയ്ക്കാനും ഒളിക്കാനും ഒരുപാടുണ്ടെന്ന്. അവർ വല്ലാത്ത രീതിയിൽ പാനിക് ആകുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവർക്ക് ഇതിനകത്ത് ഒന്നും മറയ്ക്കാനില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 2 മന്ത്രിമാർ, അദ്ദേഹം MP രാജേഷ് ആയിക്കൊണ്ടുപോട്ടെ, മുഹമ്മദ് റിയാസ് ആയിക്കൊണ്ടുപോട്ടെ, ഇവർക്ക് 2 പേർക്കും വരുന്ന സമയത്ത് ആ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും അവർക്ക് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷെ അവർ ആ സമയത്ത് നുണ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പറയുന്ന അനിമോൻ എന്ന് പറയുന്ന ആൾ, ഇപ്പൊ കെട്ടിട നിർമ്മാണ ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ ആള് 48 മണിക്കൂർ അബ്സ്കോണ്ടിങ് ആയിരുന്നു. അദ്ദേഹത്തെ ഫോണിൽ പോലും കിട്ടാനില്ലാത്ത സാഹചര്യം. അതിനുശേഷം അദ്ദേഹം വരുന്നു, കേരളം മുഴുവൻ കേട്ട് കഴിഞ്ഞ ഒരു വോയിസ് ക്ലിപ്പിനെ ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിച്ചിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ഞങ്ങൾ ഇത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പൈസ. അപ്പൊ ഇതിനകത്ത് തുടക്കം മുതൽ ഈ വിഷയത്തിൽ വളരെ ദുരൂഹമായിട്ടാണ് അനിമോനായിരുന്നാലും ശരി തന്നെയാണ് പെരുമാറുന്നത്, ഈ മന്ത്രിമാരായിരുന്നാലും പെരുമാറുന്നത്. ശ്രീ അനിൽകുമാർ ഇവിടെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടക്കം മുതൽ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ടൂറിസം ഡയറക്ടർ എന്തിനാണ് ഈ വിഷയത്തിനകത്ത് ഇത് പറയുന്നത്, ടൂറിസം ഡയറക്ടർ ഇതിന്റെ ഭാഗമാണോ എന്ന്. ശ്രീ അനിൽകുമാർ, എനിക്ക് ന്യായമായിട്ട് തോന്നുന്നൊരു സംശയമാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ഈ ഡ്രൈഡേ മാറ്റുന്നത് എന്തിനാണ് എന്നാണ് നിങ്ങൾ കാരണം പറഞ്ഞിരിക്കുന്നത്? ഡ്രൈഡേ മാറ്റാനുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത് കേരളം ഒരു ടൂറിസം സാധ്യതയുള്ള സംസ്ഥാനമാണ്. അപ്പോൾ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്കുണ്ടാകുമ്പോൾ ഈ ഡ്രൈഡേ പോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ടൂറിസത്തിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡ്രൈഡേ മാറ്റണം എന്നാണ്. അപ്പോൾ ഈ ഡ്രൈഡേ ടൂറിസത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ ടൂറിസം ഡയറക്ടർ അല്ലാണ്ട് മറ്റാരാണ് ഇതിൻ്റെ അകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് മീറ്റിങ്ങുകൾ വിളിക്കേണ്ടത്? അപ്പോൾ അത് ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെയല്ലേ ടൂറിസം ഡയറക്ടർ ആ മീറ്റിംഗ് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാരണം ടൂറിസമാണ്. അപ്പൊ പിന്നെ ടൂറിസം ഡയറക്ടർ അല്ലാണ്ട് പിന്നെ ആരാണ് ഗവൺമെന്റിന്റെ നയം നടപ്പിലാക്കുക? മന്ത്രി നേരിട്ടിറങ്ങി നടപ്പിലാക്കുന്നാണോ? താങ്കൾ തന്നെ പറയുന്നുണ്ടല്ലോ മന്ത്രിക്ക് ഇവരുമായിട്ടൊക്കെ മീറ്റിംഗ് നടത്തലാണോ പണി എന്നുള്ള കാര്യം. ടൂറിസം മന്ത്രിക്ക് ഇവരുമായിട്ട് മീറ്റിംഗ് നടത്തലല്ല പണി, ടൂറിസം മന്ത്രിക്ക് ടൂർ അടിക്കലാണ് പണി. നമുക്ക് നന്നായിട്ട് അറിയാം, കേരളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ ഏറെ താമസിയാതെ തന്നെ ജനങ്ങളിൽ നിന്ന് തന്നെ കാണുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 2. ഇനി താങ്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് മന്ത്രിമാരെപ്പോഴെങ്കിലും പറഞ്ഞോ ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചിട്ടില്ല എന്ന് മന്ത്രിമാരെ പറഞ്ഞോ എന്ന് താങ്കൾ കുറെ നേരം താങ്കൾ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. താങ്കളുടെ മന്ത്രിമാരെപ്പോഴെങ്കിലും ഈ ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചതിനെ കുറിച്ച് പറഞ്ഞോ? എന്തുകൊണ്ടാണ് ഈ ടൂറിസം ഡയറക്ടർ വിളിച്ച മീറ്റിംഗിന്റെ കാര്യം മറ്റുള്ളവർക്ക് ചോദിക്കേണ്ടി വരുന്നത്? ഒരു ചർച്ചയും നടന്നിട്ടില്ല, പ്രാഥമികമായ ഒരു ഡിസ്കഷനും നടന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞെടുത്ത് ടൂറിസം ഡയറക്ടറുടെ ഈ അജണ്ട മുൻപിൽ വെച്ചിട്ടുള്ള, അതായത് മദ്യനയ നവീകരണമാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ മീറ്റിംഗിന്റെ വിവരം പുറത്തു വന്നപ്പോ അത് ആൾക്കാരെടുത്ത് ചൂണ്ടിക്കാണിച്ചപ്പോ കള്ളം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോ നിങ്ങൾ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറയുന്നു, നിങ്ങൾ ഇപ്പൊ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ചോദിക്കുകയാണ് ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞോ? വിളിച്ച കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ലെന്നേ. എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് വിളിച്ചില്ല എന്ന് ഞങ്ങൾ പറഞ്ഞോ എന്നുള്ള കാര്യം. ഈ ഉരുളല് കേരളം കാണുന്നുണ്ട്. ഈ ഉരുളൽ കേരളം കാണുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ വലിയ രീതിയിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഒളിക്കുവാനുണ്ട്. ഇതിനകത്ത് അനിമോ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചിട്ട് എല്ലാവരും പൈസ തന്നിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ പൈസ കുറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അതായത് പണപ്പിരിവ് അവിടെ നടന്നിട്ടുണ്ട്. ആ പണപ്പിരിവിന്റെ പേരിൽ അഡ്വാൻസ് മൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ക്യാഷ് ഇൻവോൾവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല. അപ്പൊ
ഇത് കൃത്യമായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ സത്യം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം. പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് കൊണ്ട് മാത്രം ഇതിനകത്തുള്ള യാഥാർത്ഥ്യം പുറത്തു വരുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് വളരെ കൃത്യമായിട്ടും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ഇവിടെ സമരം ചെയ്യേണ്ടത്. ശരി.